Hi, this is Dr. Sapsan. Again, going back to the gym. So today is chest day. ഈ ചെസ്റ്റ് ഡേ എന്ന് പറയുന്ന എനിക്ക് ഓർമ്മ വരുന്നത് ഒരു 2 years മുന്നേ ഞാൻ ചെസ്റ്റ് ഡേ എന്ന് പറയുന്നത് മാക്സിമം എന്നെ കൊണ്ട് പറ്റാവുന്നത്ര ബെഞ്ച് ചെയ്യാനാണ് നോക്കുന്നത്. ചെസ്റ്റ് ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് ബെഞ്ചാണ് എന്റെ മൈൻഡിൽ ആദ്യം വരുന്നത്. എങ്ങനെയാലും ഒരു 100 കിലോ പുഷ് ചെയ്യണമെന്നായിരുന്നു. ഞാൻ 100 കിലോ പുഷ് ചെയ്യുകയും ചെയ്തു. 120 വരെ പോയായിരുന്നു ആക്ച്വലി. ബട്ട് ആ ചെസ്റ്റിന് ആ ഒരു സൈസും ആ ഒരു പമ്പും ഒന്നും തോന്നുന്നില്ലായിരുന്നു. പക്ഷെ ചെസ്റ്റില് വരും, നോർമലി വരുന്നവരുണ്ട്, പക്ഷെ എനിക്ക് വരുന്നില്ല. പിന്നെ ഇപ്പൊ ഞാൻ ചെസ്റ്റ് ചെയ്യുന്ന 3 എക്സസൈസ് ചെയ്യും. ആദ്യം ഇൻക്ലൈൻ ചെയ്യും, പിന്നെ ഡംബൽ ചെസ്റ്റ് പ്രസ് ചെയ്യും, പിന്നെ 2 വേരിയേഷൻ ഫ്ലൈ ചെയ്യും. ആ സൂപ്പർ സെറ്റ് ചെയ്യുന്ന ഫ്ലൈസ് ഒരെണ്ണം കഴിഞ്ഞ് ഉടനെ മറ്റേത്, അങ്ങനെ 3 സെറ്റ് ചെയ്യും. പിന്നെ എല്ലാ എക്സസൈസിന്റെ അവസാനം ഞാൻ ഡ്രോപ്പ് സെറ്റ് ചെയ്യും. അതായത് 4 സെറ്റ് ചെയ്യും ഞാൻ ഒരു എക്സസൈസിന്. അതിന്റെ അവസാനത്തെ സെറ്റ് എപ്പോഴും ഡ്രോപ്പ് സെറ്റ് ആയിരിക്കും. ഈ ഡ്രോപ്പ് സെറ്റില് എന്നെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം വെയിറ്റ് ഞാൻ പുഷ് ചെയ്തിട്ട് മാക്സിമം റെപ്പ് പുഷ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വെയിറ്റ് കുറച്ച് മാക്സിമം റെപ്പ് അടിക്കും, പിന്നെയും വെയിറ്റ് കുറച്ച് മാക്സിമം റെപ്പ് അടിക്കും. അങ്ങനെ എല്ലാ എക്സസൈസിന്റെ അവസാനം അടിക്കും. ഇപ്പം ചെസ്റ്റ് ഡേയിൽ എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും വെയിറ്റേ ഞാൻ അടിക്കാറുള്ളൂ. മാക്സിമം സ്ട്രെച്ചും ബേണിനും വേണ്ടിയിട്ടുള്ള വെയിറ്റേ ഞാൻ അടിക്കാറുള്ളൂ. സോ ഞാൻ ഈ ഡ്രോപ്പ് സെറ്റ് ചെയ്യുന്നതിന്റെ മെയിൻ 2 റീസൺസ് ഉണ്ട്. നമ്മൾ ആദ്യം ഒരു എക്സസൈസ് ചെയ്യാൻ നേരം ഈ സ്മോൾ മസിൽ ഫൈബേഴ്സ് ആണ് ഇതിൽ ആക്ട് ചെയ്യുന്നത്. സ്മോൾ മസിൽ ഗ്രൂപ്പ്സ് ആണ് ഈ ആദ്യം നമ്മളൊരു സ്റ്റാർട്ടിങ് ഓഫ് ദ എക്സസൈസ് ഇതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിന്റെ ഫറ്റീഗ് കൂടും തോറും സ്ട്രോങ്ങർ മസിൽ ഗ്രൂപ്പ്സ് വരാൻ തുടങ്ങും. അപ്പം ഏറ്റവും അവസാനത്തെ സെറ്റിലൊക്കെ സ്ട്രോങ്ങർ മസിൽ ഗ്രൂപ്പ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ അതിന് കൂടുതൽ ഫറ്റീഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രോപ്പ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് എഫോർട്ട്. നമ്മൾ ഈ ഡ്രോപ്പ് സെറ്റിൽ നല്ല എഫോർട്ട് വേണം. നമ്മൾ എത്രത്തോളം എഫോർട്ട് എടുക്കുന്നോ അത്രത്തോളം എനർജി എക്സ്പെൻഡിച്ചർ നടക്കും നമ്മുടെ ശരീരത്തിൽ. സോ ഫാറ്റ് ലോസിനെ ഒന്ന് ചെറുതായിട്ട് ബൂസ്റ്റ് ചെയ്യത്. ഇതാണ് ദീസ് 2 മെയിൻ റീസൺസ് ഐ ഡു ഡ്രോപ്പ് സെറ്റ് ഫോർ. മെയിൻ എന്ന് പറയുന്നത് ഫറ്റീഗ് ആണ്, മസിൽ ഗ്രോത്തിന് വേണ്ടി തന്നെ. സീ യു ഇൻ ദ ജിം. ഒരു ഡ്രോപ്പ് സെറ്റ് കഴിയാൻ നേരം ഇങ്ങനെയൊക്കെ ആവും, വിയർത്തൊലിച്ച് നല്ലപോലെ. ഇപ്പം ഇതിന് 2 ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഒന്ന് മസിൽ ഫറ്റീഗ്, എനർജി എക്സ്പെൻഡിച്ചറും. അപ്പോൾ ഫാറ്റ് ലോസിന് ഇതൊരു മാജിക് പില്ലാണെന്നോ മസിൽ ഗെയിനിന് ഇതൊരു മാജിക് പില്ലാണെന്നോ അല്ല പറയുന്നത്. ബട്ട് ഇത് സ്ട്രാറ്റജിക്കായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിഷ്യലാണ്. നമ്മൾ എല്ലാ സെറ്റിനും ഡ്രോപ്പ് സെറ്റ് അടിക്കാൻ പോയി കഴിഞ്ഞാൽ ബാക്കി ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ പെർഫോം ചെയ്യാൻ പറ്റത്തില്ല, മാക്സിമം ഔട്ട്പുട്ട് കിട്ടത്തില്ല. എല്ലാ എക്സസൈസിൻ്റെ അവസാനത്തെ സെറ്റിൽ ഡ്രോപ്പ് സെറ്റ് അടി മാക്സിമം മസിൽ ഫറ്റീഗ് കിട്ടും. പിന്നെ അത്യാവശ്യം നല്ല എഫോർട്ട് ഇടുന്നുണ്ട്, എനർജി എക്സ്പെൻഡിച്ചർ, ഒരു ഫാറ്റ് ലോസ് ബൂസ്റ്റ് ആണ്. സോ ജിം സെഷൻ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഈ ഡ്രോപ്പ് സെറ്റ് ഫാറ്റ് ലോസിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നത്. അത് ആക്ച്വലി ചെറിയൊരു സപ്പോർട്ടെന്നേ ഉള്ളൂ. ശരിയും ഫാറ്റ് ലോസ് ചെയ്യണമെങ്കിൽ കാലോറി ഡെഫിസിറ്റിൽ ഇരുന്നേ പറ്റൂ. നമ്മൾ സർപ്ലസ് കാലോറീസ് കഴിക്കാൻ നേരം എന്തായാലും ഫാറ്റ് ലോസ് ഉണ്ടാകാൻ പോകുന്നില്ല. ഫാറ്റ് ലോസിന് കാലോറി ഡെഫിസിറ്റും പിന്നെ കാർഡിയോ ഈസ് ബെനിഫിഷ്യൽ. കാർഡിയോ ശരിക്കും ബെനിഫിഷ്യൽ ആണ്, എന്നാലും പവർ ലിഫ്റ്റിംഗ് വെയിറ്റ് ലിഫ്റ്റിംഗ് തന്നെ മതിയാവും കാലോറി ഡെഫിസിറ്റിലുള്ള ഒരാൾക്ക് മസിൽ ഗ്രോത്തിനും ഫാറ്റ് ലോസിനും. അപ്പോൾ എന്റെ കാലോറി ഇൻടേക്ക് എന്ന് പറയുമ്പോൾ 1800 കാലോറീസ്. അതിനകത്ത് മോസ്റ്റ്ലി പ്രോട്ടീൻ ആണ്, ചിക്കൻ, എഗ്, പ്രോട്ടീൻ ഷേക്ക്. പിന്നെ ഈ ഡ്രോപ്പ് സെറ്റ് ചെയ്യാൻ നേരം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒന്നും ചെയ്തിട്ട് ഡ്രോപ്പ് സെറ്റ് ചെയ്യരുത്. നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റത്തില്ല, ടയർഡായി പോകും പെട്ടെന്ന്. ഞാൻ നേരത്തെ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്തായിരുന്നു. സോ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഒരു ഹാഫ് റൊട്ടി, പിന്നെ ഒരു 24 gram പ്രോട്ടീൻ ആൻഡ് 5 gram ക്രിയാറ്റിൻ ഷേക്കറിലിട്ടിട്ട് അത് മിക്സ് ചെയ്ത് കുടിച്ചിട്ടാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. സോ മാക്സിമം ഔട്ട്പുട്ട്. യെസ്, ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ ഡ്രോപ്പ് സെറ്റ് ചെയ്യുന്നത്. See you in the next video.